ജർമ്മൻകാരനായ ബെനഡിക്ട് 16 പിൻഗാമിയായാണ് പോപ്പ് ഫ്രാൻസിസ് പാപ്പ പദവിയിലെത്തിയത്. അർജന്റീനയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ പ്രവാചകരുടെ പട്ടികയിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഒരു നിയോഗം പോലെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ 266ാമത്തെ പോപ്പായി 2013 മാർച്ച് 13 ബ്യൂണസ് ഐറീസിൽ നിന്നുള്ള ജോർജ് മാരിയോ തെരഞ്ഞെടുക്കപ്പെട്ടത്. പോപ്പ് ഫ്രാൻസിസിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്ര നിയോഗമായാണ് വത്തിക്കാൻ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബെനഡിക്ട് 16 അപ്രതീക്ഷിത സ്ഥാനത്യാഗമാണ് പാപ്പ തെരഞ്ഞെടുപ്പിന് വഴിവെച്ചത്. ഇനി അല്പം ഫ്ലാഷ് ബാക്ക്. ജോൺ പോൾ II കാലശേഷം ആരാവും പോപ്പ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു പേരാണ് ലോകം മുഴുവൻ ഉയർന്നു കേട്ടത്: കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ. വത്തിക്കാൻ പ്രവാചകരും വാതുവെപ്പുകാരും റാറ്റ്സിംഗറിന് പിന്നിൽ അണിനിരന്നു. റാറ്റ്സിംഗറുടെ പിന്തുണക്കാർ ഒരു ചോദ്യമുയർത്തി: റാറ്റ്സിംഗർ അല്ലെങ്കിൽ പിന്നെ ആര്? ചില അപ്രധാനികളുടെ പേര് അങ്ങിങ്ങായി പറഞ്ഞു കേട്ടെങ്കിലും ആരും ഉറപ്പിച്ച ഒരു പേരും പറഞ്ഞില്ല. അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോയുടെ പേരും ഒരിടത്തും ഉയർന്നു കേട്ടില്ല. 2005 ഏപ്രിൽ 8 കോൺക്ലേവ് തുടങ്ങിയതോടെ ചിത്രം മാറി. റാറ്റ്സിംഗർ എന്തിന് പോപ്പാവണമെന്ന ചോദ്യം കോൺക്ലേവിൽ ഉയർന്നു. ആദ്യ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ മത്സരം റാറ്റ്സിംഗറും ജോർജ് മാരിയോയും തമ്മിലായി. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും കറുത്ത പുക പുറത്തുവന്നു. ലോകം മുൾമുനയിലായി. വോട്ടെടുപ്പ് 3 റൗണ്ട് കഴിഞ്ഞിട്ടും പോപ്പിനെ തെരഞ്ഞെടുക്കാനായില്ല. ഒടുവിൽ സമവായത്തിലേക്ക് കാര്യങ്ങളെത്തി. ജോർജ് മാരിയോ ബെർഗോളിയോ പിൻവാങ്ങി. ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്ട് 16 എന്ന പേരിൽ പോപ്പായി. ബെനഡിക്ട് 16 അപ്രതീക്ഷിതമായി സ്ഥാനത്യാഗം ചെയ്തതോടെ കോൺക്ലേവ് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. 2012 മാർച്ച് 12 കോൺക്ലേവ് തുടങ്ങി. വോട്ടവകാശമുള്ള 117 കർദിനാൾമാരിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവർ 14 പേർ മാത്രം. പ്രവചനക്കാരുടെ പട്ടികയിൽ ഇത്തവണയും ആ അർജന്റീനക്കാരൻ ഉണ്ടായിരുന്നില്ല. വോട്ടെടുപ്പ് 5ാം റൗണ്ടിലേക്ക് കടന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു. പിന്നാലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ മട്ടുപ്പാവിൽ ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു: ജോർജ് മാരിയോ ബെർഗോളിയോ. ഒരിക്കൽ പോപ്പ് സ്ഥാനത്തേക്ക് മത്സരിച്ചയാളെ പിന്നെ കർദിനാൾമാർ പരിഗണിക്കാറില്ലെന്നതാണ് ചരിത്രം. ഇവിടെ ചരിത്രം തിരുത്തപ്പെട്ടു. പോപ്പ് ഫ്രാൻസിസ് പുതിയ ചരിത്രമായി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.